ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജൂലീസ് ഡേ ഔട്ട്. നിങ്ങളുണ്ടല്ലോ, മഹാഭാരതത്തിൽ കൗരവന്മാരുടെ മൂത്ത സഹോദരനായ ദുര്യോധനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? എന്നാൽ ഞാൻ അദ്ദേഹവുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനായിട്ട്. അപ്പോൾ വിചാരിക്കും നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നതെന്ന്. അതിനെ കണക്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അതുമായി ബന്ധപ്പെട്ടൊരു സ്ഥലത്തേക്കൊക്കെയാണ് പോകാൻ പോകുന്നത്. അതും നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ അതിനു മുമ്പായിട്ട് ഒരു ചെറിയ ഇൻട്രൊഡക്ഷനൊക്കെ വേണമല്ലോ. അപ്പോൾ എന്താ ദുര്യോധനൻ എന്ന കഥാപാത്രം എന്ന് പറഞ്ഞാൽ മഹാഭാരതത്തിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥാപാത്രമാണ്. ഏറ്റവും നെഗറ്റീവായിട്ട് ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു കഥാപാത്രമാണ് ദുര്യോധനൻ്റെത്. അതായത് പുള്ളിക്കാരൻ ആക്ച്വലി അതിൽ പറയപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അസൂയൊക്കെയുള്ള, അല്ലെങ്കിൽ സഹോദരിയായിട്ട് വളരെ മോശമായിട്ടൊക്കെ പെരുമാറുന്ന ഒരു കഥാപാത്രം എന്നൊക്കെയുള്ള രീതിയിലാണ്. എങ്കിൽ കൂടിയും അദ്ദേഹത്തിൻ്റെ നല്ല വശങ്ങളൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. അതായത് അദ്ദേഹം കുറച്ച് ദയയും ദാക്ഷിണ്യമൊക്കെ ഉള്ളൊരു വ്യക്തി എന്ന നിലയിലും ഒക്കെ കാണിച്ചിട്ടുണ്ട്. എങ്കിലും കൂടുതൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ളത് നെഗറ്റീവ് ക്യാരക്ടർ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇപ്പോൾ ഇന്ന് ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ പേരിലൊരു ക്ഷേത്രമുണ്ട്. അതായത് നമ്മുടെ കൊല്ലത്ത് തന്നെ മലനട. ഫുൾ നെയിം വന്നിട്ട് പോരുവഴി പെരുവിരുത്തി മലനട എന്നാണ്. കൊല്ലത്ത് കുണ്ടറ കഴിഞ്ഞ് ഇടയ്ക്കാടെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു ക്ഷേത്രം നിലകൊള്ളുന്നത്. അപ്പോൾ ഇവിടെ വളരെ വ്യത്യസ്തമായൊരു ഐതിഹ്യം ഒക്കെ ഉണ്ട്. അപ്പോൾ അതാണ് എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയതും ആ ക്ഷേത്രത്തെക്കുറിച്ച് ഈ ഐതിഹ്യമൊക്കെ കേട്ടപ്പോൾ പോകാനൊക്കെ തോന്നിയതിൻ്റെ ഒരു റീസൺ. അപ്പോൾ നിങ്ങളായിട്ടൊക്കെ ഷെയർ ചെയ്യാം. അറിയാത്തവർക്കൊക്കെ അത് ഹെൽപ്പ് ആവുമല്ലോ, ഒന്ന് പോയി കാണാനൊക്കെ പറ്റുമല്ലോ എന്ന് കരുതി. ഐതിഹ്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വനവാസത്തിനായിട്ട് പാണ്ഡവർ പോകുന്ന സമയത്ത് ഇദ്ദേഹം, അതായത് ഈ ദുര്യോധനൻ, അദ്ദേഹം അവരെ അന്വേഷിച്ച് പോവുകയും പോകുന്ന സമയത്ത് കൊല്ലം ജില്ലയിലുള്ള ഈ അമ്പലമുള്ള സ്ഥലത്ത് എത്തുമ്പോൾ അദ്ദേഹത്തിന് വല്ലാതെ ദാഹിക്കുകയും ചെയ്യും. അപ്പോൾ അദ്ദേഹം അടുത്ത് ഇരുന്ന ഒരു വൃദ്ധയായ സ്ത്രീയായിരുന്നു. അപ്പം അവർ വന്നിട്ട് കുരവർ സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു. അപ്പോൾ അവരോട്, അന്ന് വല്ലാതെ ജാതി വ്യവസ്ഥയൊക്കെ നിലകൊണ്ടിരുന്നൊരു സമയമായിരുന്നല്ലോ. അപ്പം ആ സമയത്ത് അദ്ദേഹം അവരോട് കുടിക്കാനായിട്ട് കുറച്ച് വെള്ളം ചോദിക്കുകയും, അപ്പോൾ അവരുടെ കയ്യിലാകെ ഉണ്ടായിരുന്നത് കള്ളായിരുന്നു. അപ്പോൾ അവർ കുടിച്ചുകൊണ്ടിരുന്ന തെങ്ങിൻ്റെ എന്താ പറയുക, കരിക്കലിൻ്റെ വെള്ളം കൊണ്ടുണ്ടാക്കിയ ഒരു കള്ളായിരുന്നു. അപ്പോൾ അത് അദ്ദേഹത്തിന് കുടിക്കാനായിട്ട് കൊടുക്കുകയും, കൊടുത്തു കഴിഞ്ഞിട്ടാണ് ആ വൃദ്ധയായ സ്ത്രീ അദ്ദേഹത്തിൻ്റെ വേഷവും മറ്റുമൊക്കെ കാണുമ്പോൾ ഇതൊരു രാജകീയ കുടുംബത്തിൽ നിന്ന് വന്ന ഒരാളാണല്ലോ എന്ന് തിരിച്ചറിയുമ്പോൾ അവർ പേടിക്കും. എന്തെങ്കിലും, അതായത് അന്ന് ഈ തീണ്ടൽ അങ്ങനെയൊക്കെയുള്ള കുറച്ച് ആചാരങ്ങൾ, അനാചാരങ്ങൾ അതൊക്കെ നിലനിന്നിരുന്നത് സമയമായിരുന്നതുകൊണ്ട് തന്നെ. എന്നാൽ അദ്ദേഹം ഈ സ്ത്രീയിൽ നിന്ന് അത് വാങ്ങിച്ച് കുടിക്കുകയും അവരുടെ ആദ്യത്തെ മര്യാദയിൽ അദ്ദേഹം വളരെ സംപ്രീതനാവുകയും ചെയ്തു. അപ്പോൾ ആ സ്ത്രീയിൽ നിന്നുണ്ടായ അത്രയും നല്ലൊരു ആദിത്യ മര്യാദയിൽ സംതൃപ്തനായ അദ്ദേഹം ആ സ്ഥലത്ത് തന്നെ ഇരുന്ന് ആ ദേശത്തുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച് ശിവഭഗവാനോട് ആ സ്ഥലത്തുള്ള എല്ലാവർക്കും ക്ഷേമം വരാനും മാത്രമല്ല ആ സ്ഥലത്ത്, ആ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും കൃഷിഭൂമി അദ്ദേഹം പതിച്ചു കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പേരിൽ അവിടെ ഒരു ക്ഷേത്രം സ്ഥാപിക്കപ്പെട്ടു എന്നാണ് ഐതിഹ്യം വരുന്നത്. മഹാഭാരതത്തിൽ ഇത്രയും നെഗറ്റീവായിട്ടുള്ളൊരു കഥാപാത്രത്തിന് വേണ്ടി ഇങ്ങനെ ഒരു ക്ഷേത്രം സ്ഥാപിക്കപ്പെട്ടതിൽ എനിക്ക് അതിശയം തോന്നിയെങ്കിലും, പിന്നീട് അദ്ദേഹത്തിൻ്റെ ആ ഒരു വിശാല മനസ്സും അനാചാരങ്ങളെ ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം അതിലൊന്നും വിശ്വസിക്കുന്നില്ല, ലൈക്ക് അങ്ങനെ ഒരു ജാതി വ്യവസ്ഥയിലൊന്നും അദ്ദേഹം വിശ്വസിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു ആ ഒരു ഒറ്റ കാരണം കൊണ്ട് തന്നെ അദ്ദേഹത്തിൽ എന്തൊക്കെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചാർത്തപ്പെട്ടിട്ടുണ്ടെങ്കിലും എനിക്ക് അയാളിലൊരു നല്ലൊരു മനുഷ്യനെ കാണാൻ സാധിച്ചു. നല്ലൊരു വ്യക്തിത്വമുള്ളൊരു മനുഷ്യനായിട്ട് എനിക്ക് തോന്നി. ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. മറ്റുള്ളവർക്ക് എന്താ ആധികാരികമായിട്ട് ഇതിനെക്കുറിച്ച് മഹാഭാരതമൊക്കെ പഠിച്ചിട്ടുള്ളവർ ചിലപ്പോൾ എതിർക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ പറയുകയോ വന്നേക്കാം. എങ്കിലും ഞാൻ ഈ ഒരു പോയിന്റ് വന്നപ്പോൾ എനിക്ക് അദ്ദേഹത്തിൽ നല്ലൊരു വ്യക്തിയെ കാണാൻ സാധിച്ചു. അപ്പോൾ ആ ക്ഷേത്രത്തിൽ ഭയങ്കര രസമായിരുന്നു. അപ്പോൾ അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ അങ്ങോട്ട് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ.
ഇത് വന്നിട്ട് അമ്പലത്തിൻ്റെ പുറകുവശമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അറിയാതെ, എനിക്ക് എൻട്രൻസ് അറിയാത്തതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് നടന്നു പോയി. അപ്പോൾ അവിടെ നിന്നിട്ട് ഒരാൾ പറഞ്ഞു അവിടെ അല്ല, അപ്പുറത്തെ വഴിയാണ് ഫ്രണ്ടിൽ കൂടെയുള്ള പോകുന്നത്. അങ്ങനെ ഞാൻ പിന്നെ ഫ്രണ്ട് വശത്ത് വന്നു. ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് വാതിൽ. ക്ഷേത്രത്തിനകത്ത് കയറുമ്പോൾ എനിക്ക് അവിടെ ആദ്യം തന്നെ എന്താ പറയുക, പ്രതിഷ്ഠയോ അല്ലെങ്കിൽ അങ്ങനെ വിഗ്രഹമോ അങ്ങനെ ഒന്നുമില്ല. ഇങ്ങനെ ആ ഒരു കല്ലാണുള്ളത്. അവിടെ രണ്ട് സൈഡിലായിട്ട് കാളയുടെ ഒരു ചെറിയ 2 രൂപങ്ങൾ വെച്ചിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, എനിക്ക് ആദ്യം ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഇതിനകത്ത് വീഡിയോസ് അലൗഡ് ആണോ എന്താ അങ്ങനെയൊന്നും. പക്ഷെ ബോർഡൊന്നും ഞാൻ കണ്ടില്ല. പിന്നെ അവിടുത്തെ നേർച്ചയെന്ന് പറയുന്നത് ഈ തേങ്ങാവെള്ളത്തിൻ്റെ കള്ളും പിന്നെ ഈ എന്താ പറയുക പൊയ്യില, അതാണ് ഇത് രണ്ടുമാണ് അവിടുത്തെ നേർച്ച എന്ന് പറയുന്നത്. ഇത് ഞാൻ ഓരോ ആചാരങ്ങൾ അതേ രീതിയിൽ റെസ്പെക്റ്റ് ചെയ്യുന്നു എന്നതിനപ്പുറം ഞാൻ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുകയാണെന്ന് ആരും വിചാരിക്കരുത്. ഇത് അവിടുത്തെ ഒരു ആചാരമായി സംബന്ധപ്പെട്ട ഒരു കാര്യം മാത്രമാണ്. പിന്നെ അവിടെ ഫ്രണ്ട് വശത്തായിട്ട് 3-4 കാളയുടെ രൂപങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടോ കാണാൻ, നന്നായിട്ട് അവർ അലങ്കാരമൊക്കെ ചെയ്ത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അവിടെ നല്ലൊരു ആൽമരവും വല്ലാത്തൊരു ആംബിയൻസാണ്. ഉറപ്പായിട്ടും പോയിട്ടില്ലാത്തവർ ഉറപ്പായിട്ടും ഒരു തവണയെങ്കിലും പോയി നോക്കണം കേട്ടോ. നമുക്ക് ഭയങ്കര ഒരു മനസ്സിനൊരു വല്ലാത്തൊരു സുഖവും ഒരു സമാധാനവും ഒക്കെ കിട്ടും. അത് മാത്രമല്ല, എന്തൊക്കെയോ ഒരു ഭയങ്കരമായൊരു പോസിറ്റീവ് ഫീലുണ്ടായി. നല്ല രസമുള്ള ഒരു സ്ഥലം. ഇത് ക്ഷേത്രത്തിന് പുറത്തായിട്ടുള്ളൊരു മണ്ഡപമാണ് കേട്ടോ. ഇവിടെ റെസ്റ്റൊക്കെ എടുക്കാനായിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ അവിടെ കുറച്ച് പേരൊക്കെ കിടന്ന് ഉറങ്ങുന്നൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ പുറകിലായിട്ട് കുറച്ച് പേരൊക്കെ റെസ്റ്റ് എടുക്കുന്നുണ്ട്, കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഈ ഒരു ഇതൊന്ന് കാണിക്കണം. അതൊന്ന് കാണാൻ നല്ല ഭംഗിയാണ്. ആ മണ്ഡപം ചെയ്തിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്, നല്ല രസമുണ്ട്. നന്നായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് അത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആംബിയൻസ് ആണ് അവിടെ. പിന്നെ അതേ ഈ കുന്ന് കണ്ടോ, നമുക്ക് താഴെ മുഴുവനും വലിയ പാടങ്ങളാണ് കിടക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ആ സൺസെറ്റൊക്കെ നല്ല രസമായിട്ട് ഇങ്ങനെ കാണാം. ഫുള്ള് പച്ച പുല്ലിങ്ങനെ നിറഞ്ഞ് ഇങ്ങനെ കിടക്കുക, നല്ല രസമാണ് കാണാൻ. കണ്ടോ, ഒരുപാട് നല്ല 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 പച്ചപ്പുല്ലാണ്. എനിക്ക് അവിടെ ചെന്നിട്ട് വരാൻ തോന്നിയില്ല. പിന്നെ കുറേയൊക്കെ എന്താ പറയുക, നല്ല കുറച്ച് ലൊക്കേഷനൊക്കെ കണ്ടതുകൊണ്ട് കുറച്ച് റീൽസിലൊക്കെ പോസ്റ്റ് ചെയ്തു. അതിൻ്റെയാണ് ഇങ്ങനെയൊക്കെ നടന്നു പോകുന്നത്. പിന്നെ നമുക്ക് കുറേ ദൂരം അങ്ങോട്ട് നടന്നൊക്കെ പോകാം കേട്ടോ. ശരിക്കും നമ്മൾ കുറേയൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള ഗ്രാമങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളൊരു രസകരമായിട്ടുള്ള കാഴ്ചകളാണ്. അത് നേരിട്ട് ഇങ്ങനെ വിഷ്വലി കാണുന്നതിനേക്കാളും നേരിട്ട് ചെന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴേ അതിൻ്റെ ഒരു ശരിക്കുള്ള ഫീല് മനസ്സിലാവുള്ളൂ, ഞാൻ പറഞ്ഞു തരുന്നതിനെക്കാളും. അങ്ങനെ ഞാൻ അവിടുത്തെ വ്യൂ ഒക്കെ കാണിച്ചില്ല. പിന്നെ അവിടെ അടുത്തുണ്ടായിരുന്നത് കാവാണ് കേട്ടോ. അവിടെ ഇനിയും വേറെ കാവൊക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് ലേറ്റ് ആയതുകൊണ്ടും പിന്നെ വീട്ടിലെത്താൻ ഒത്തിരി ലേറ്റ് ആവുമെന്ന് വെച്ചിട്ട് ഞങ്ങൾ വേഗം അവിടുന്ന് ഇറങ്ങി. നല്ലൊരു യാത്രയും നല്ല ഒരു എന്താ പറയുക, ഒരു രസമുള്ള കാഴ്ചകളൊക്കെ ആയിരുന്നു. ഞാൻ വളരെ ഹാപ്പിയായി. കാരണം അധികം കുറേ നാളുകൊണ്ട് എങ്ങോട്ട് പോവാതൊക്കെ ഇരിക്കുമായിരുന്നു. ഷൂട്ടും തിരക്കും പിന്നെ വീട്ടിൽ പോകുന്നതും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കിലായിരുന്നു. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി. എൻ്റെ കൊല്ലത്തുള്ള എൻ്റെ വീട്ടിൽ നിന്ന് ഇവിടെ വരാനായിട്ട് ഏകദേശം 35 കിലോമീറ്റേഴ്സ് ഉണ്ടായിരുന്നു ഡിസ്റ്റൻസ്. ഇതാണ് ഞാൻ ആ പോയിരുന്ന മണ്ഡപമില്ലേ, റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അതിൻ്റെ ഒരു ഫുൾ വ്യൂ ഇതാണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ. അവിടെ കുറേ കൊത്തുപണികളും അങ്ങനെയൊക്കെയുള്ള കുറേ പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഓപ്പോസിറ്റായിട്ട് ഓണം ടൈമൊക്കെ ആയതുകൊണ്ടായിരിക്കും അവിടെ ഫുട്ബോളിൻ്റെ എന്തോ ടൂർണമെൻറ്റോ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കണ്ടു.
അപ്പോൾ ഇനി ഇതുപോലെയുള്ള എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വെച്ചിട്ട് വേണം എൻ്റെ ഓരോ വീഡിയോസും ഇംപ്രവൈസ് ചെയ്യാൻ. താങ്ക്